നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. വാനില ഹേസൽനട്ട് കേക്കാണ്. 1 ലെയർ കേക്ക് വിത്ത് 1 മിനിറ്റ് ഫ്രോസ്റ്റിംഗ്. അതാണ് ഈ ഒരു കേക്കിന്റെ പ്രത്യേകത. ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയും. നല്ല ഹേസൽനട്ടിന്റെ ഒക്കെ ഫ്ലേവർ ഉള്ള ഒരു കേക്കാണിത്. പക്ഷെ എന്നാൽ നമ്മളിതിൽ ഹേസൽനട്ട് ഒന്നും ഉപയോഗിക്കുന്നുമില്ല. പിന്നെ ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഇങ്ങനെയുള്ള യാതൊരു സംഭവവും ഉപയോഗിക്കുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. അത് ചിക്കുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. എന്നാൽ ഇൻസ്റ്റന്റ് ഫ്രോസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല. അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനുള്ളവർക്കൊക്കെ ആണെങ്കിലും സെയിലൊക്കെ ചെയ്യാം. പീസായിട്ടും പേസ്ട്രി ആയിട്ടൊക്കെ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. പിന്നെ ഒരു കേക്കായിട്ടല്ല ഡെസേർട്ടായിട്ടും കഴിക്കാം. അപ്പോൾ ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം ക്രീമൊക്കെ കിട്ടാത്തവർക്കാണെങ്കിലും ക്രീം അടിക്കേണ്ട ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിന്റെ ബേസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഹൈ സ്പീഡിലിട്ടങ്ങ് അടിച്ചാൽ മതി. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മെൽറ്റഡ് ബട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനും മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ മുഴുവനും സൺഫ്ലവർ ഓയിലോ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ചേർത്തിട്ട് ഒരു 20 സെക്കൻഡൊക്കെ ലോയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 8ഓ 10ഓ കാഷ്യൂ നട്ട്സ് മതിയാക്കും. അത് നമ്മളിത് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മൈദയുടെ കൂട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അത് മതി. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്ക്യൂർ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ വരും. ഇനി നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ് തന്നെ വെച്ചാൽ മതിയാകും. അപ്പം ടെമ്പറേച്ചർ ഓരോ ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോൾ തുറന്നപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ചതാണ്. ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യണം. വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. വാനില ഹേസൽനട്ട് സ്പ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. ചിക്കുവിൻ്റെ ഫേവററ്റ് ഐറ്റമാണ്. ഒരു ബോട്ടിൽ തീർന്നത് ഇപ്പോൾ 2ാമത്തെ ബോട്ടിൽ വാങ്ങിച്ചതാണ് കേക്ക് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനായിട്ടുള്ള ഒരു സ്പ്രെഡാണ് കേട്ടോ. പിന്നെ ബേക്കറികളിലൊക്കെ കേക്കിന് ലെയർ ചെയ്യാനായിട്ടൊക്കെ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്തപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ച് തന്നെ ഒരു കേക്ക് ചെയ്യാം. അപ്പോൾ ക്രീമൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ്. ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ട് കാണാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈൻ വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മൾ ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നതും ഹേസൽനട്ട് സ്പ്രെഡിന്റെ സിറപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഈ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഫാൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഇളക്കുന്നതെങ്കിൽ അത് മിക്സ് ആവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് തണുത്തും കിട്ടും. തണുത്തിട്ടേ നമ്മൾ സോക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ തണുത്തിട്ടില്ലാന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇത് സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിപ്പോൾ കേക്കിൻ്റെ നടുഭാഗം കുറച്ചധികമൊക്കെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ മുകൾഭാഗം ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മളിത് 1 ലെയർ കേക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെവലായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം 6 ഇഞ്ചിൻ്റെ ട്രേയോ 7 ഇഞ്ചിൻ്റെ ട്രേയോ ആണോ ഉള്ളതെങ്കിൽ ചിലപ്പോൾ മേൽഭാഗം ഒന്നും കട്ട് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ലെവലായിട്ട് തന്നെ വന്നോളൂ. അപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. വായിൽ വെച്ച് നോക്കണം. ഹേസൽനട്ടിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ശരിക്കും മനസ്സിലാവും. കടലയുടെ ഫ്ലേവർ ഒന്നും അല്ല, ഹേസൽനട്ട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിപ്പം മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒന്ന് മാറ്റി വെക്കാം. കാരണം നമ്മൾ മുകളിലത്തെ ലെയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ലെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. അടിയിലോട്ടും കൂടെ ഒന്ന് എത്താനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ തിരിച്ചു വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം തിരിച്ചു വെച്ചിട്ടും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് തേച്ച് കൊടുക്കാം. ഇപ്പം ഈ വാനില ഹേസൽനട്ട് സ്പ്രെഡ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ച് പതുക്കെ അങ്ങ് ആ ഒരു സ്പ്രെഡ് ഒന്ന് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിക്സാഗിലുള്ള സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. അത് മതി. സൈഡൊക്കെ അങ്ങനെയൊക്കെ തന്നെ മതി. എത്ര വലിയൊരു ഫിനിഷിംഗ് ഒന്നും വേണ്ട. നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ചെറിയൊരു പോർഷൻ മാത്രം മതി. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഈ കമ്പനിയുടെ തന്നെയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി സാധാരണ ചോക്ലേറ്റ് സ്പ്രെഡ് പോലെയല്ല കേട്ടോ. കുറച്ചൊരു ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ബ്രെഡിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡിലേക്ക് അബ്സോർബ് ആയിട്ട് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതാവുമ്പം ഇതിൽ ഡിസൈൻ ചെയ്യാനായിട്ടും പറ്റും. അത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കതങ്ങ് വരച്ചു കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് വരയ്ക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്താലും മതി. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. കാരണം ഇതിൽ കുറേ കൂടി ആ ഒരു ഹേസൽനട്ടിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയല്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ തീരും സൈഡൊക്കെ. സൈഡ് പക്ഷേ അത്രയധികം സോക്കായിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. കുറച്ചുകൂടെ ടേസ്റ്റ് സൈഡ് ഇല്ലാതെ കഴിക്കുമ്പോഴാണ്. പിന്നെ കാണാനും ഭംഗി അതാണല്ലോ. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ബോൾസോ, ഇപ്പോൾ ക്രിസ്പി ചോക്ലേറ്റ് ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് മാത്രം തന്നെ മതി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അത് മതി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ക്രീം പോലെ അല്ലല്ലോ. സ്പ്രെഡ് ചെയ്യുമ്പോഴാണേലും ലൈന് വരയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും വലിയ ഭംഗിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യേണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു പ്രത്യേക ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡോടെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം വേണമെങ്കിൽ പേസ്ട്രി ആയിട്ട് സെയിൽ ചെയ്യാം. ഒരു പീസിന് 150 റുപ്പീസൊക്കെ വാങ്ങിക്കാം. കാരണം നല്ല റിച്ച് സംഭവമാണ്. മൊത്തം 300 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പീസിങ് എടുക്കാം. അടിപൊളിയാട്ടോ. നല്ല ഭംഗിയുണ്ട് കട്ട് ചെയ്തിട്ടും കാണാൻ. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ കൊടുക്കാം അല്ലേ? എന്താ ചിരിക്കുന്നത്? അപ്പോൾ ഇതാ കേക്ക് നമ്മുടെ സ്പെഷ്യൽ കേക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുത്തി പോവാ. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, ഒരു ഹേസൽനട്ടിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുന്നുണ്ട്. പിന്നെ നട്ട്സ് കടിക്കാൻ കിട്ടുന്ന പ്രത്യേക ടേസ്റ്റാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് സോക്ക് ആയിട്ടുണ്ട്. അതെ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ കുറേ കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കല്ലേ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അത് കേക്ക് ഉണ്ടാക്കുന്നതും പെട്ടെന്ന് കഴിഞ്ഞു, ഫ്രോസ്റ്റിങ്ങും പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ, കുട്ടികളെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.